വിവാദത്തിൽ ചർച്ച ആവശ്യപ്പെട്ടുള്ള പ്രതിപക്ഷ ബഹളത്തോടെ പാർലമെന്റിന്റെ ശൈത്യകാല സമ്മേളനത്തിന് തുടക്കമായി. ബഹളത്തെ തുടർന്ന് രാജ്യസഭയും ലോക്സഭയും ഇന്നത്തേക്ക് പിരിയുകയായിരുന്നു. പ്രതിപക്ഷത്തിനെതിരെ ആഞ്ഞടിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളാൽ തിരസ്കരിക്കപ്പെട്ടവർ കയ്യൂക്കിലൂടെ പാർലമെന്റിനെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നുവെന്ന വിമർശനമാണ് ഉന്നയിച്ചത്. ആദ്യം പ്രധാനമന്ത്രിയുടെ ആ വിമർശനത്തിലേക്ക്. कुछ लोगों ने अपने राजनीतिक स्वार्थ के लिए जिनको जनता ने अस्वीकार किया है, देश संसद को भी मुट्ठी भर लोगों के हुड़दंगबाजी से कंट्रोल करने का लगातार प्रयास कर रहे हैं। उनका अपना मकसद तो संसद की गतिविधि को रोकने से ज्यादा सफल नहीं होता। कि जो नए सांसद होते हैं, नए विचार, नई ऊर्जा लेकर के आते हैं, उनके अधिकारों को कुछ लोग दबोच देते हैं। जनता ने जिनको लगातार नकार दिया है, वे न संसद में चर्चा होने देते हैं, न लोकतंत्र की भावना का सम्मान करते हैं और परिणाम स्वरूप जनता को बार बार उनको പാർലമെന്റിന്റെ ആദ്യ ദിവസം തന്നെ ബഹളമയമായിരുന്നു. നേരത്തെ പിരിയുകയും ചെയ്തു. ആ വാർത്ത തുടരുകയാണ്. പെർത്ത് ടെസ്റ്റിൽ ഓസ്ട്രേലിയക്കെതിരെ ഇന്ത്യക്ക് ഉജ്ജ്വല വിജയം ഉണ്ടായിരിക്കുകയാണ്. ഓസ്ട്രേലിയ രണ്ടാം ഇന്നിംഗ്സിൽ 238 റൺസിന് ഓൾ ഔട്ടായി. 295 റൺസിനാണ് ഇന്ത്യ ഓസ്ട്രേലിയയെ ആദ്യ ടെസ്റ്റിൽ തോൽപ്പിച്ചത്. അതിലേക്ക് വരാം. അതിനു മുൻപ് പാർലമെന്റിലെ ഇന്നത്തെ ബഹളത്തെക്കുറിച്ച് രാജേഷ്, എന്താണ് ഇന്ന് പാർലമെന്റിൽ കാണാനായത്? മഹാരാഷ്ട്രയിലെ മഹാവിജയം, അതിന്റെ ഒരു ബലത്തിലാണല്ലോ ഭരണപക്ഷം എത്തിയിരിക്കുന്നത്. പക്ഷേ അദാനി വിഷയം, മണിപ്പൂർ വിഷയം, ഇത് രണ്ടും ഭരണപക്ഷത്തെ പ്രതിരോധത്തിലാക്കുവാൻ പ്രതിപക്ഷം ഉപയോഗിക്കുമല്ലോ. അതാണല്ലോ ഇന്ന് കാണാനായത്. മഞ്ജുഷ, അദാനി വിവാദം ഉയർത്തിക്കാട്ടിക്കൊണ്ട് തന്നെയായിരുന്നു പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം. കാരണം ഇന്ന് രാജ്യസഭയിലെ ഏതാണ്ട് 33 നോട്ടീസുകളാണ് പ്രതിപക്ഷം നൽകിയിരുന്നത്. ഇതിൽ ബഹുഭൂരിപക്ഷവും അദാനി വിഷയം, ഈ അഴിമതി ചർച്ച ചെയ്യണം എന്ന ആവശ്യം തന്നെയാണ് പ്രതിപക്ഷം ഉന്നയിച്ചിരുന്നത്. മറ്റ് ചിലത് വിഷയങ്ങൾ മണിപ്പൂർ സംഘർഷവുമായി ബന്ധപ്പെട്ട്, ചിലത് യുപിയിലെ സമ്പലിലെ വെടിവെപ്പുമായി ബന്ധപ്പെട്ടായിരുന്നു. ഏതായാലും ഈ 33 നോട്ടീസുകളും തള്ളുകയായിരുന്നു രാജ്യസഭാ അധ്യക്ഷൻ. തുടർന്ന് പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖർഗെ വ്യക്തമാക്കിയത് ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. സഭയുടെ എല്ലാ നടപടികളും നിർത്തിവെച്ച് അദാനി വിഷയം ചർച്ച ചെയ്യണമെന്ന ആവശ്യം ഖർഗെ ഉന്നയിച്ചു. പക്ഷേ ഇത് സഭാരേഖകൾ നീക്കുന്നു എന്നാണ് രാജ്യസഭാ അധ്യക്ഷൻ വ്യക്തമാക്കിയത്. തുടർന്ന് പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് രാജ്യസഭ നിർത്തിവെക്കുകയായിരുന്നു. ലോക്സഭ ഇന്ന് 2 തവണ സമ്മേളിച്ചു. രാവിലെ സമ്മേളിച്ചപ്പോൾ തന്നെ പ്രതിപക്ഷ അംഗങ്ങൾ അദാനി വിഷയം ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് ബഹളം വെച്ചു. പക്ഷേ ചരമോപചാരം അർപ്പിച്ച ശേഷം ആദ്യം സഭ നിർത്തിവെച്ചു. പിന്നീട് 12 മണിക്ക് വീണ്ടും ആരംഭിച്ചപ്പോഴും സമാനമായ രീതിയിലുള്ള പ്രതിഷേധം തുടരുകയും ഇന്നത്തേക്ക് നിർത്തിവെക്കുന്നുവെന്ന് ചെയർ അറിയിക്കുകയായിരുന്നു. ഏതായാലും മഞ്ജുഷ് സൂചിപ്പിച്ച പോലെ തന്നെ കഴിഞ്ഞ സഭാ കാലയളവിനെ അപേക്ഷിച്ച് സർക്കാർ വലിയ ആത്മവിശ്വാസമാണ് ഇന്ന് പ്രകടിപ്പിച്ചത്. പ്രധാനമന്ത്രിയുടെ വാക്കുകളിൽ തന്നെ അത് പ്രകടമാണ്. കാരണം ഇന്ന് രാവിലെ അഭിസംബോധനയിൽ അദ്ദേഹം വ്യക്തമാക്കിയ പ്രധാനപ്പെട്ട കാര്യം പ്രതിപക്ഷത്തിനെതിരെ കടന്നാക്രമിക്കുകയാണ് ചെയ്തത്. പ്രത്യേകിച്ച് സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി പാർലമെന്റിലെ നടപടികൾ പ്രതിപക്ഷം തടസ്സപ്പെടുത്തുകയാണ്. മാത്രവുമല്ല, തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ തഴഞ്ഞവർ ഇത്തരം ഒരു നടപടികളിലേക്ക് കടക്കുന്നതടക്കമുള്ള കടുത്ത വിമർശനം പ്രധാനമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടാവുകയും ചെയ്തു. ഏതായാലും വരും ദിവസങ്ങളിലും ഈ വിഷയങ്ങളിൽ പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം തുടരാൻ തന്നെയാണ് സാധ്യത. മഞ്ജുഷ്, ശരി, രാജേഷാണ് വിവരങ്ങൾ നൽകിയത്.